إلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. بالقطب الرباني والغوث الصمداني نجينا من كل الآفات يا الله. الله तेरे फेरों സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ ആയ മുഹമ്മദ വർഗീളാണോവൻ എല്ലാ കീഴയിലും ഭംഗിയായവർ എല്ലാ ദിശയിലും കേളി മികച്ചവർ. بالقطب الرباني والغوث الصمداني نجينا من كل الآفات يا الله. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവർ തായോ ബാവയും ആടോവർ ബാവ മുദുവിനെ കുത്തുബായി വന്നോവർ ബാനം ആദനീലും കേളി നിറഞ്ഞോവർ ഇരുന്നായിരുപ്പിന്നെ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله. ബലത്ത് ശരീഅത്തെന്നും കാടലുള്ളവർ ഇടത്ത് ഹഖീഖത്തെന്നും കാടലുള്ളവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അതിതീരെ ഉള്ളവർ ശൈഖ് അബ്ദുൽ ഖാദിർ കൈലാനി എന്നവർ ശൈഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നവർ. بالقطب الرباني والغوث الصمداني نجينا من كل الآفات يا الله. അല്ലാഹു സ്നേഹിച്ച മുഹയ്യദ്ദീനെന്നവർ അറ്റമില്ലാതോളം മേൽമാവുടയവർ മേൽമായിൽ സ്വൽപ്പം പറയുന്നു ഞാനിപ്പോൾ മേൽമാ പറകിലോ ഫലവർണ്ണം ഉള്ളവർ പണിയിലെ വേണ്ട ഫുൽ ബൈത്താക്കി ചൊല്ലുന്ന ഫഖീയമുള്ളവർ ഇതിനെ പഠിച്ചവർ. بالقطب الرباني والغوث الصمداني نجينا
من كل آفات يا الله കണ്ടന്നറിവാളൻ കാട്ടിത്തരും പോലെ ഖാലി മുഹമ്മദെന്ന് പേരുള്ളവൻ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവൻ കോവായിതൊക്കെയും നോക്കിയെടുത്തോവൻ അവർ ചൊന്ന ബൈത്തിനും ബഹജ കിതാബിനും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ ബിൽ ഖുതുബിർ റബ്ബാനി والغوث الصمداني نجينا من كل الآفات يا الله كيفان بسلام مكاور فريشا كالفين لغيره محي الدين النوار മൂലം ഓടയവാൻ ഏകല്ലാരുളാലെ മുഹയ്യദ്ദീൻ എന്ന പേര് താൻ വിളിച്ചോവൻ ആവണ്ണം അല്ലാഹുവൻ താൻ തന്നെ യാ ഗൗസുൽ അഅ്ലാം നല്ല വിളിച്ചോവൻ ബിൽ ഖുതുബിർ റബ്ബാനി والغوث الصمداني نجينا من كل الآفات يا الله എല്ലാ മശായിഖന്മാരുടെ തോളും ഏകൽ ആരുളാലെ എന്റെ കാലം നോവൻ അന്നേരം മലക്കൂകൾ മെയ്യെന്ന് ചൊന്നോവൻ അവരെ താലക്കൂമേൽ ഖൽഖ് പൊതിഞ്ഞോവൻ അപ്പോളെ ഭൂമിയിലെ ശൈഖന്മാരെല്ലാരും അവർക്ക് തല താത്തി ചാച്ചി കൊടുത്തോവർ ബിൽ ഖുതുബിർ റബ്ബാനി والغوث الصمداني نجينا من كل الآفات يا الله قف ملائنهم بحر محيطينهم يجوز നാടിനും തലനെ താത്തിച്ചോവൻ അതിലൊരു ശൈഖാദല്ലെന്ന് ചൊന്നാലേ അവരെ വാലിഫട്ടം നീക്കിച്ച് വെച്ചോവൻ അതിനാൽ ചാതിടുവന്ന് കേട്ടാരെ 70 മണീനെ ഉസ്താദ് കണ്ടോവർ ബിൽ ഖുതുബിർ റബ്ബാനി والغوث الصمداني نجينا من كل الآفات يا الله ഞാനെല്ലാ സിറിനും സിറെന്ന് ചൊന്നോവൻ ഞാനല്ലാ തന്നോടെ അമ്രെന്ന് ചൊന്നോവൻ കൽഫനായെന്നോരോ സൈഫ് ഞാനെന്നോവൻ കോഫം ഉടയോന്റെ നാറ് ഞാനെന്നോവൻ മറുകാര ഇല്ല കാടല് ഞാനെന്നോവൻ മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോവൻ ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും ഞാനിവരെല്ലാവർക്കും മെയ്യ ശൈഖന്നോവർ ബിൽ ഖുതുബിർ റബ്ബാനി والغوث الصمداني نجينا من كل الآفات يا الله എല്ലാ വാലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ ഫുള്ളറാതെന്നാവൻ
ബാശി ഞാനെന്നീയെ ഉള്ളവരും ഞാനോ ബാനവും ഭൂമിയിലോ ഏറും ആദന്നാവർ എന്നെ ഒരുത്തരെ കൂട്ടി ഫറയണ്ട എന്നെ ഫടഫീന നെയ്യനോദന്നാവർ بالقطب رباني والعوص الصمداني نجينا من كل آفات يا الله മുത്തൽഫാടച്ചതോനിയാവിൽ നിൽക്കുന്ന മുഫർ മോഹിയദ്ദീൻ കാവലിലേകല്ല കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മോഹിയദ്ദീൻ കാവലിലേകല്ല ഫെടി ഖബറാകം പോകും നാൾ ഫർഫറ്റ മുഹയ്യദ്ദീൻ കാവലിലേകല്ലാ رضي إلهنا العوصي قطبنا محي الدين شيخنا أظلامي أيدينا سور بيلكتي ടൊക്കെ ഫുറഫെട്ടാൽ സുൽത്താൻ മോഹിയദ്ദീൻ കാവലിലേകല്ലാ ഗമിട്ടാടൊഫിൽ ചോദിക്കുന്ന എങ്കൽ മോഹിയദ്ദീൻ കാവലിലേകല്ലാ ചൂട് ഫേരുത്ത റമ്മൽ ഞാൻ നിൽക്കുന്ന ചൊക്കർ മോഹിയദ്ദീൻ കാവലിലേകല്ലാ ഇലാഹുനാ العوصي قطبنا محي الدين شيخنا خذنا بأيدينا അരിഫത്തിൽ ഇട്ട സിറാത്ത് കടക്കുന്ന അരിമാമോഹിയദ്ദീൻ കാവലിലേകല്ലാ ഖോജ ശഫാഅത്തിൽ മുഹയ്യദ്ദീൻ തൻ കൂടെ കൂട്ടസോ വർഗത്തിൽ ആലം ഉടയോനെ ഖോജ ബേദംബരെ മംഗളം കാണുവാൻ മംഗളവേലകൾ കാണുവാനേകല്ലാ ഇലാഹുനാ العوصي قطبنا محي الدين شيخنا خذنا بأيدينا എന്നെയോ മറ്റുള്ള മുഅ്മിനല്ലാരെയോ എങ്ങൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ല വിശയേറെ ചെയ്തതാണെന്നോരാണിയാന്റെ വിഷയോ ഫോറുത്തനെ റഹ്മത്തിൽ കൂട്ടല്ല എല്ലാ വിഷയോ ഫോറുക്കുന്ന നായനെ ഏറ്റവും ഫോറുത്ത് ഫാചിയ അല്ലാഹ് إلهنا العوصي قطبنا محي الدين شيخنا خذنا بأيدينا നല്ല സ്വലാവാത്തും നല്ല സലാമയും നിന്റെ മുഹമ്മദി ഏകഫരിയോനെ നല്ല സ്വലാവാത്തും നല്ല സലാമയോ നിന്റെ മുഹമ്മദി ഏകഫരിയോനെ നല്ല സ്വലാവാത്തും നല്ല സലാമയോ നിന്റെ മുഹമ്മദി ഗഫരിയോനെ ഇലാഹുനാ അൻ
غوث قطبنا محي الدين شيخنا خذنا بأيدينا اللهم صل وسلم وبارك عليه. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الحمد لله العلي العظيم الولي الكريم الذي لا يدرك لأسمائه نهاية ولا يبلغ لها غاية، ومع هذا ترجع من حيث إن لها محتدا إلى الأمهات الأربع أرباب العناية المنصوص عليها في الكتاب الحكيم بقوله تعالى: هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. والصلاة والسلام على سيدنا محمد خير من ألبس دثار النبوة وشعار الولاية، وعلى آله وأصحابه أرباب الفتوة والهداية، وعلى خلفائه الراشدين القائمين مقامه إلى يوم الدين. رضي الله عن عبد القادر، رضي الله عن غوث الأعظم، رضي الله عن عبد القادر، رضي الله عن غوث الأعظم، رضي الله عن عبد القادر، رضي الله عن غوث الأعظم. ألا للإله الحمد في كل لحظة على ما هبنا نعمة بعد نعمتي، له أسماء ليس يدرك كنهها ولو لنبي أو ولي بهمتي، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. نعم إنها عند اعتبار انتسابها لها أمهات أربع ذات رفعتي، هي الأول والباطن الآخر الذي هو الظاهر في الكون من دون خفيتي، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية، وآمن بهاتين اللتين عليهما مدار محمتي وجود بحكمتي، ففي بعض أعياني قد الضمة كما لتين افتراق في مظاهر سلتي، صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية، صلاة دواما مع سلام مؤبد على خير مبعوث إلى خير أمتي محمد الماحي وآل وصحبه وواسهم والنائبهم بخلتي، صلاة وتسليم وأزكى تحياتي
على المصطفى المختار خير البرية وعفو عن المضاحي عوس الورى الذي تسمى بمحيي الدين قطب المقلة وسمعه والحاضرين وأهله ومطعمهم حبا له كل لحظة صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وآله وصحبه أجمعين، والحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. يا ربي بالمصطفى بلغ مقاصدنا، اغفر لنا ما مضى يا واسع الكرم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: إن الله تعالى قال: من عادى لي وليا فقد آذنته بالحرب. صدق رسول الله صلى الله عليه وسلم. أنا قطب أقطاب الوجود حقيقة، على سائر الأقطاب قولي وحرمتي، توسل بنا في كل هول وشدة، أغيثك في الأشياء طرا بهمتي. وعلموا يا أمة محمد صلى الله عليه وسلم. ഒന്നിരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തുക്കളായ ഔലിയാക്കൾ, ആ ഔലിയാക്കൾക്ക് ഓരോ കാലഘട്ടത്തിലും ഒരു കുത്തുബുണ്ടാകും. ആ കുത്തുബ് അഖ്താബീങ്ങൾ, അങ്ങനെയുള്ള അഖ്താബീങ്ങളുടെ കുത്തുബുമാരുടെ നേതാവാണ് മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മുഅ്മിനീങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. മുഅ്മിനീങ്ങൾക്കെല്ലാം അറിയുന്ന മഹാനരായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് കനിഞ്ഞേകിയ വലിയ മഹാനാണ് ഷെയ്ഖ് ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹിജറ 470 ജനിച്ച മഹാനവർകൾ ഹിജറ 561 വരെ ജീവിച്ച് ഇൽമി രംഗത്ത്, വിജ്ഞാന പ്രസരണ രംഗത്ത്, ദീനീ ദഅവത്തിൻ്റെ രംഗത്ത് മഹത്തായ വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ച് ലോകത്തിന് വലിയ മാതൃകകളും പാഠങ്ങളും നൽകി മഹാരഥന്മാരായ ഔലിയാക്കളുടെ നേതാവായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയ മഹാനാണ് ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഉപ്പ വഴിക്കും ഉമ്മ വഴിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന മഹാനരാണ് ഗൗസുൽ ആദം തങ്ങൾ. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ ആബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ ഫകുൻത ശംസൻ വ ബദ്റൻ നൂറൻ ഇൽതമഅ അൻതൽ അഹഖു ലിതുദഅ മുഹയ്യിദ്ദീനി എന്ന് ഖുതുബിയ്യത്തിന്റെ ബൈത്തിൽ നമ്മളൊക്കെ പാടുന്നതാണ്. ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനരായ ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അവിടുത്തെ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. കുട്ടിയാകുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേക സംരക്ഷണത്തിലൂടെ വളർത്തിയ ആളാണ് മഹാനരായ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ ചരിത്രത്തിൽ കാണാം, അവിടുത്തെ ഉമ്മ പറഞ്ഞത് കാണാം, ലമ്മാ വദഅതു വലദി അബ്ദുൽ ഖാദിർ കാന ലാ യർദഉ സദിയഹു ഫീ നഹാരി റമദാൻ. മഹാനായ ഖുതുബുൽ അഖ്താബ് റളിയല്ലാഹു മുഹിയുദ്ദീൻ ഷെയ്ഖ് അവിടുന്ന് പറയാണ്, അവിടുത്തെ ഉമ്മ, ഞാൻ എൻ്റെ കുട്ടിയെ പ്രസവിച്ച് ആ ചെറുപ്പകാലത്തിൽ റമദാനായി കഴിഞ്ഞാൽ റമദാനിൽ മുല കുടിക്കില്ലായിരുന്നു. ആ നാട്ടിലെ ആളുകൾ അങ്ങനെ റമദാനിൽ മുല കുടിക്കാതിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ റമദാനാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയാൻ അവിടെ ചെന്ന് കുട്ടി മുല കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുകയും മുല കുടിച്ചിട്ടില്ല, മുല തൊട്ടിട്ടില്ല എന്ന് അറിയുന്ന പക്ഷം ആ ദിവസം റമദാനായി മാസം കാണുകയും കാണാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിർണായകമായ ഒരു നിലക്ക് മഹാനരായ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിക്കാലത്തെ ചരിത്രം തന്നെ മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമദാൻ ഉറക്കണമെങ്കിൽ മാസം കാണണം, പക്ഷേ റമദാൻ ആയിട്ടുണ്ടോ ഇല്ലയോ, സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയാൻ അവിടുന്ന് മുല കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തോടാതോവർ. ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മഹാനരായ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേക സംരക്ഷണം നൽകി വളർത്തി. ആ പൊന്നുമ്മ മകനെ ഉപ്പയും പൂർണ്ണ സൂക്ഷ്മതയോടുകൂടെ വളർത്തി വലുതാക്കിയ ആ മകൻ ഉമ്മയുടെയും ഉപ്പയുടെയും കുട്ടിക്കുള്ള സംരക്ഷണത്തിൽ തന്നെ നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ നോക്കൂ, ആ കുട്ടിയെ ഉമ്മ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ നൽകുന്ന ഉപദേശം നോക്കൂ, നമുക്കൊക്കെ പാഠമാണ്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിലും പൊന്നി കൊടുത്തോവർ. കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. ചെറുപ്പത്തിൽ ഉമ്മ ഇൽമു പഠിക്കാൻ വേണ്ടി കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ ആ ഉമ്മയുടെ നിർദ്ദേശം എന്താ? കളവ് പറയരുത് മോനെ. വല്ലാത്ത ഉപദേശമാണത്. കുട്ടിയുടെ ന്യൂനതകളും കുട്ടിയുടെ കുറവുകളൊക്കെയും ഏതൊരു കുട്ടിയുടെയും കുറവുകളും ന്യൂനതകളും ഉസ്താദുമാർക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ കുട്ടി സത്യം പറയണം. കുട്ടി സത്യം പറയുകയും ഉമ്മയും ഉപ്പയും രക്ഷിതാക്കന്മാർ കുട്ടിയോട് ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ പറയുകയും ചെയ്യുമ്പോഴേ ഉസ്താദുമാർക്ക് കുട്ടിയുടെ ന്യൂനത മനസ്സിലാക്കാനും കുട്ടിയെ സംസ്കരിച്ചെടുക്കാനും കഴിയും. മഹാനരായ ഗൗസുൽ ആദം ജീവിതത്തിൽ ഒരു കളവും പറയാത്ത മഹാനാണ്. അവിടുത്തെ ഉമ്മയും ഉപ്പയും അതേപോലെ അഹ്ലു ബൈത്തിൽപ്പെട്ട ശുദ്ധരായ മഹത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ചെറിയ ഉപദേശം അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെയുള്ള ഉപദേശം ആ മകനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന വല്ലാത്ത ഉപദേശമാണ്. നിഷ്കളങ്കമായി ആ കുട്ടിയെ ഉമ്മ വളർത്തുകയാണ്, ഒരു കളങ്കവും ഇല്ലാതെ. അങ്ങനെ വളർന്ന ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പഠിക്കേണ്ട കാലത്ത് ശരിക്ക് പഠിച്ച് കിതാബോധി പഠിച്ച് മഹത്തുക്കളായ ഉലമാഇന്റെ അടുക്കൽ നിന്ന് ശരീഅത്ത് പഠിച്ച് അതനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചിട്ടാണ് ഔലിയാക്കളുടെ ഉന്നത മേഖലയിലേക്ക് എത്തുന്നത്. യാദർശികമായി അമലൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നീണ്ട കുപ്പായോട്ട് ഷെയ്ഖാണെന്ന് പറഞ്ഞതല്ല, മറിച്ച് അമലും തഖ്വയും ഒക്കെ കൈമുതലാക്കിക്കൊണ്ടാണ് മഹാനരായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളുടെ ഉന്നത പദവിയിലെത്തുന്നത്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ എന്നാണ് ഔലിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ തഖ്വ ചെയ്യുന്നവരാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുക, വിരോധനകൾ കയ്യഴിയുക, അല്ലാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക, ചെയ്യാതിരിക്കുക. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വത്തിബാഉ അഹ്വാ റഅസു ശദ്ദി ഹബാഇലാ എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം. തഖ്വയാണ് എല്ലാ ഔന്നിത്യങ്ങളുടെയും അടിസ്ഥാനം. എല്ലാ ഔന്നിത്യത്തിലേക്കും അള്ളാഹു എത്തിക്കുന്നത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ഇതേപോലെ തഖ്വ ഉണ്ടാകണമെങ്കിൽ ശരീഅത്ത് വേണം. ശരീഅത്തില്ലാതെ ത്വരീഖത്തും വിലായത്തും കിട്ടുന്നില്ല. മർറാമ ദുർറൻ ലിസ്സഫീനതി യർകബു വയഗൂസു ബഹറൻ സുമ്മ ദുർറൻ ഹസ്സലാ, മുത്തു കിട്ടണമെങ്കിൽ കടലിൽ മുങ്ങണം, കപ്പൽ വേണം എന്നതുപോലെ തന്നെ
وكذا الطريقة والحقيقة يا أخي من غير فعل شريعة لن تحصلا. ത്വരീഖത്തും ഹഖീഖത്തും മഅരിഫത്തൊക്കെ കിട്ടുന്നത് ശരീഅത്തനുസരിച്ചാണ് എന്ന് മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചത് കാണാം. ആ നിലക്ക് മഹാനരായ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ശരീഅത്തിൽ കളങ്കമേശാതെ തീർത്തും ശരീഅത്തനുസരിച്ച് ജീവിതം നയിച്ചു. മഹാനവരുടെ ജീവിതത്തിൽ കാണാം, ഇബ്ലീസ് ചതിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇബ്ലീസാവേരെ ചതിക്കാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കീടത്തിയച്ചോവർ. ഇബ്ലീസെ പരാജയപ്പെടുത്തി കളഞ്ഞു. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എന്നെ പറയുന്നത് കാണാം, എനിക്ക് ചക്രവാളത്തിൽ വല്ലാത്തൊരു പ്രഭ കാണാനിടയായി. ആ പ്രഭയിൽ ഒരു രൂപം വെളിവാവുകയും ആ രൂപം എന്നോട് വിളിച്ചു പറഞ്ഞു, യാ അബ്ദല്ലാഹി അന റബ്ബുക വഖദ് ഹല്ലൽതു ലകൽ മുഹറമാത്. ഓ അള്ളാഹുവിന്റെ അടിമയെ, ഞാൻ നിന്റെ റബ്ബാണ്, നിനക്ക് ഞാൻ ഹറാമുകളൊക്കെ ഹലാലാക്കി അനുവദിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഓഫറുണ്ട്, നിങ്ങൾക്കൊന്നും ഇനി ഹറാമല്ല, എല്ലാം യഥേഷ്ടം ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഇൽമുള്ള മഹാനായ തഖ്വയുള്ള മഹാനായ ഗൗസുൽ ആദം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, പിശാചാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇഖ്സ യാ ലഈൻ, പോടാ പിശാചി അവിടുന്ന്. ഇങ്ങനെ പറഞ്ഞപ്പോൾ പിശാചു പറഞ്ഞു, ഈ ഒരു ചതി ഉപയോഗിച്ച് ഞാൻ ത്വരീഖത്തിലുള്ള എമ്പാടും ആളുകളെ 70 ആളുകളെ ഞാൻ പിഴപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇൽമു കൊണ്ട് വീണില്ല എന്ന് പറഞ്ഞപ്പോ മഹാനവർകൾ പറഞ്ഞു, ലില്ലാഹിൽ ഫദ്ലു, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഇങ്ങനെ ഇൽമിന്റെ മേഖലയിൽ വല്ലാത്ത ഔന്നിത്യം കൈവരിച്ച മഹാനാണ് ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ പ്രശസ്തി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തിയപ്പോ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ ബഗ്ദാദിലെ അവിടുത്തെ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആ ബഗ്ദാദിലുള്ള ജനങ്ങൾ, വലിയ പണ്ഡിതന്മാർ, അവർ ചിന്തിച്ചു, ഇത്ര ചെറുപ്പക്കാരന് ഇത്രയധികം ഇൽമുണ്ടോ എന്ന് പരീക്ഷിക്കണം. അങ്ങനെ ബഗ്ദാദിലുള്ള നല്ല ബുദ്ധിയുള്ള നല്ല ആഴത്തിൽ അറിവുള്ള 100 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും അവർ ഒരിടത്ത് മഹാനരായ ഷെയ്ഖ് ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി അവിടെ ഇരിക്കുകയും ഓരോരുത്തരും ഓരോ മസ്അലകൾ ചോദിക്കാൻ കരുതി വെക്കുകയും ചെയ്തു. ആ സദസ്സിലേക്ക് ഗൗസുൽ ആദം തങ്ങൾ വന്നപ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നെഞ്ചിൽ നിന്ന് ഒരു പ്രകാശ കിരണം പുറപ്പെടുകയും അതാ 100 പണ്ഡിതന്മാരുടെയും നെഞ്ചിലൂടെ കടന്നു പോവുകയും ചെയ്തു. ഉടനെ അവിടെ ഒരുമിച്ച് കൂടിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഖൽബിലുള്ള ചോദ്യങ്ങളെന്നല്ല ഇൽമുകൾ മുഴുവനും മാഞ്ഞു പോവുകയാണ്. അവർ ഭയവിഹ്വലരാവുകയാണ്. അവർ സന്ദർഭവും സാഹചര്യവും മറക്കുകയാണ്. അവർ സ്വശരീരത്തിലെ വസ്ത്രങ്ങൾ കീറിപ്പറിക്കാനും തലപ്പാവ് മാറ്റാനും തുടങ്ങുകയാണ്. ആ സമയത്ത് മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ അവിടുത്തെ ഇരിപ്പിടത്തിൽ ഇരുന്ന് ഓരോ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും മസ്അലകൾ, ഹൃദയത്തിൽ കരുതി വെച്ച മസ്അലകൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹൃദയത്തിൽ അവർ കരുതി വെച്ചത് ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹു നാദിറൂന. അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളുടെ ഹൃദയങ്ങൾക്ക് ചില കാഴ്ചകളുണ്ട്. തറാ മാ ലാ യറാഹു നാദിറൂന, സാധാരണ കണ്ടുകൊണ്ട് കാണാത്ത കാര്യങ്ങളൊക്കെയും അവർക്ക് കാണാൻ കഴിയും. ആ നിലക്ക് ആ 100 പണ്ഡിതന്മാരുടെ മസ്അലകൾ എന്താണെന്നും അതിന്റെ ഫത്വ എന്താണെന്നും പറഞ്ഞു കൊടുക്കുകയും അവരുടെ ഇൽമ് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ ഫദ്ലാൽ. അവിടുന്ന് നമ്മുടെ മാലയിൽ നമ്മൾ പാടുന്നത് കാണാം, മുട്ടിപ്പാനായി മൂതിർന്ന ശൈഖന്മാരെ മറപ്പിച്ച് പിന്നെ തിരിച്ച് കൊടുത്തോവർ. ഇങ്ങനെ ഇൽമിന്റെ മേഖലയിലും ഉയർന്നവരാണ് മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ. ഇൽമും ഇബാദത്തും മേളിച്ചവരാണ്. ഇൽമു പഠിക്കുക എന്ന് തന്നെ വലിയ ഇബാദത്താണ്. അതോടുകൂടെ ഇൽമനുസരിച്ച് അമലുകളും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലേക്ക് ഉയർത്തും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത് കാണാം, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ, അല്ലാഹുവിന്റെ ഔലിയാക്കളോട് ശത്രുത വച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഔലിയാക്കളുടെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് ആരാണ് ഔലിയാക്കളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു തരുന്നുണ്ട്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറദ്തു അലൈഹി വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബുഹു. എന്റെ അടിമ അവനിക്ക് നാം ഫർദാക്കിയ നിർബന്ധമായ കടമകൾക്ക് പുറമെ സുന്നത്തായ കടമകൾ നിർവഹിച്ച് അല്ലെങ്കിൽ കർമ്മങ്ങൾ നിർവഹിച്ച് എന്നിലേക്ക് അടുക്കുകയും
അങ്ങനെ അടുത്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും, ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ ഫഇദാ ഹബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവനെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നു അവന്റെ കേൾവി ഞാനാകും, അവൻ കാണുന്ന കാഴ്ച ഞാനാകും, അവൻ പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും ഞാനാകും, അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നൽകും, എന്തെങ്കിലും കാവൽ തേടിയാൽ കാവൽ നൽകുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിലായി ത്വഅത്തിലായി ഇൽമിലും തഖ്വയിലും അധിഷ്ഠിതമായി ജീവിതം നയിച്ച് അല്ലാഹു എന്ന ചിന്ത മാത്രം കൽബിൽ വെച്ച് ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ കുറിച്ചും മറന്ന് അവിടുന്ന് ബഗ്ദാദിന്റെ മരുഭൂമികളിൽ നടന്നു. 25 വർഷങ്ങളോളം നടന്നു. അവിടുന്ന് പറഞ്ഞത് കാണാം, എന്നെ ഒരാൾക്കും അറിയില്ല, ഞാനും ഒരാളെയും സൃഷ്ടികൾ അറിയില്ല. ഈ നിലക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കൾ റിജാലുൽ ഗൈബിനെയും മറ്റും അറിയുന്ന രൂപത്തിൽ മറ്റെല്ലാം മറച്ച് മറ്റെല്ലാത്തിനെ തൊട്ടും മറന്ന് അള്ളാഹു എന്ന ചിന്തയുമായി നടന്നു. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നോവർ. മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിലായി ഉയർന്നുയർന്ന് മഹാനവർകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാരിഫത്ത് നേടുകയാണ്. ഇങ്ങനെ മാരിഫത്ത് നേടിയ മഹാനവർകൾ ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും ഈമാനിന്റെ വെളിച്ചം നൽകുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ എത്രയോ ആളുകൾ ഇന്നും നൂറ്റാണ്ടുകൾ ഇപ്പുറത്തും അവിടുത്തെ ദഅവത്തും അവിടുത്തെ പ്രകാശവും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. മഹാനവർകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം അവിടുത്തെ സേവനങ്ങൾ, അവിടുത്തെ ഇൽമിന്റെ വണ്ണവും അവിടുത്തെ സേവനത്തിന്റെ എണ്ണവും എത്രയോ വലുതാണ്. എത്രയോ ചരിത്രങ്ങൾ മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ കുറിച്ച് ഇമാമിങ്ങളും മഹത്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവർകളുടെ ചരിത്രം നമുക്കൊക്കെ എമ്പാടും അറിയുന്നതാണ്. വിശുദ്ധമായ മുഹിയുദ്ദീൻ മാലയിലൂടെ ഖാദി മുഹമ്മദ് അവർകൾ രചിച്ച മുഹിയുദ്ദീൻ മാലയിലൂടെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജിന്നോരു പൈതലെ കൊണ്ട് പോയി വിട്ടാരെ ജിന്നെ വീലിപ്പിച്ചാതിനെ കൊടുത്തോവർ. മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ അടുക്കലേക്ക് ബഗ്ദാദിലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, എൻ്റെ വീട്ടിന്റെ മച്ചിൽപ്പുറത്തു നിന്ന് എൻ്റെ മകളെ ആരോ അടിച്ചുകൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് അത് എൻ്റെ മകളാണെങ്കിലോ കന്യകയായ ചെറിയ പെണ്ണാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കർഹിലേക്ക് ചെല്ലണം, കർഹിന്റെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലണം. അവിടെ നിങ്ങൾ ഒരു വര വരച്ചിട്ട് ഇന്ന് രാത്രി ചെന്ന് ഒരു വര വരച്ചിട്ട് ആ വരക്കുള്ളിലിരിക്കണം. ആ വര വരക്കുമ്പോൾ ബിസ്മില്ലാഹി അലാ നിയ്യത്തി അബ്ദിൽ ഖാദിർ എന്ന് പറഞ്ഞിട്ട് വര വരക്കണം. അങ്ങനെ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ധാരാളം ജിന്നുകൾ കൂട്ടം കൂട്ടമായി നിങ്ങളുടെ വൃത്തത്തിനടിയിലൂടെ നടന്നു പോകും. അവർ പല രൂപാന്തരങ്ങളും പ്രാപിക്കും, പല രൂപത്തിലും നിങ്ങളെ ഭയപ്പെടുത്താൻ നോക്കും. പക്ഷേ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. അവസാനം അവരുടെ നേതാവ് വരും. നേതാവ് നിങ്ങളോട് കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പേര് പറയണം, ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറയണം. ഞാൻ പറഞ്ഞയച്ചതാണെന്ന് എന്നെ ബഅസനി ഇലൈക അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ, എന്നെ അബ്ദുൽ ഖാദിർ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അയച്ചതാണെന്ന് പറയുകയും നിങ്ങൾ ആവശ്യം പറയുകയും ചെയ്യണം. ആ മനുഷ്യൻ പറയുന്നു, അങ്ങനെ കർഹില ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ചെന്നു, വരവരച്ചതിനുണ്ടിരുന്നു. ജിന്നുകൾ കൂട്ടം കൂട്ടമായി ആ വരകളങ്ങനെ കടന്നുപോയി. പല രൂപത്തിലും പല രൂപാന്തരങ്ങളും സ്വീകരിച്ച് അവർ എന്നെ ഭയപ്പെടുത്താൻ നോക്കി. പക്ഷേ ഞാൻ ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ആ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി. അവർ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് കടന്നില്ല, കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവസാനം അത്താഴ സമയമായപ്പോൾ അവരുടെ നേതാവ് കുതിരപ്പുറത്ത് വരുന്നു, കൂടെ പരിവാരങ്ങളുമുണ്ട്. അവർ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ ഓ മനുഷ്യ, നിങ്ങൾ ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞു, എന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ അയച്ചതാണ്. ഇത് കേട്ടപാട് അദ്ദേഹം കുതിരപ്പുറത്തിറങ്ങിറങ്ങി ഭൂമിയോട് ചേർന്നിരുന്നു, മുത്തം വെച്ച് ഭൂമിയിൽ ബഹുമാനത്തോടുകൂടെ വൃത്തത്തിന് പുറത്തിരുന്നു. എന്നിട്ട് കാര്യം ചോദിച്ചു. ഞാൻ എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, കൂടെയുള്ള പരിവാരങ്ങളോട് ചോദിച്ചു, അല്ല ഇദ്ദേഹത്തിന്റെ മകൾ എന്തായതാണ്? അവർ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മകളെ തെമ്മാടിയായ ഒരു ജിന്ന് തട്ടിക്കൊണ്ടുപോയതാണ്. ഉടനെ അതാ ആ ജിന്നിനെ കൊണ്ടുവരികയും കൂടെ മകളെ കൊണ്ടുവരികയും ചെയ്യുന്നു. മകളുമായി ജിന്നിനെ ഹാജരാക്കുന്നു. ആ തെമ്മാടിയായ ജിന്നിനെ കൊല ചെയ്യാൻ കൽപ്പിക്കുന്നു. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും സൃഷ്ടികളും അല്ലാഹുവിന്റെ ഔലിയാക്കളെ ഭയപ്പെടുകയും അവരനുസരിക്കുകയും ചെയ്യുന്നു. മഹാനായ ഖുതുബുൽ ഖത്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലോകത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവനും രക്ഷയായി അല്ലാഹു അയച്ച മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് തന്നെയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാഹ്. നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണെന്ന് പറഞ്ഞു നിർത്തിയില്ല, അല്ലാഹു ആണെന്ന് പറഞ്ഞു നിർത്തിയില്ല.
അള്ളാഹുവാണ്, റസൂലുമാണ്, റസൂലും സഹായിയാണെന്ന് അള്ളാഹ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഗൗസുല്ലാദം തങ്ങളും സഹായിയാണെന്ന്, അതുപോലെ സ്വാലിഹീങ്ങളൊക്കെയും സഹായികളാണെന്ന്. അല്ലദീന ആമനു ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാഹ് എന്നതിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുദ്സിയായ ഹദീസിൽ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. മാ സാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വല്ലർജുലാ. ഇങ്ങനെ അടിമ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് എല്ലാ കഴിവുകളും സാധാരണക്കാർക്കില്ലാത്ത കഴിവ് കൊടുക്കുന്നു. അത് മരണശേഷവും നിലനിൽക്കും എന്നതിന് ഹദീസും മഹത്തുക്കളും സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഫാത്തിന് ശേഷം മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടിട്ടുണ്ട്. വഫാത്തിന് ശേഷവും മഹത്തുക്കൾ സഹായിക്കുമെന്നതിനത് തെളിവാണ്. മഹാനായ ഖുത്ബുൽ ഖത്താബ് ശൈഖ് റളിയല്ലാഹു അൻഹു നമുക്കൊക്കെയും സഹായം ചെയ്യുന്ന മഹാനാണ്. അവിടുന്ന് പാടിയത് കാണാം. അന ഖുത്ബു ഖത്താബിൽ വജൂദി ഹഖീഖതൻ അലാ സായിരിൽ ഖത്താബി ഖൗലി വഹുർമതി. ഞാൻ അഖ്താബികളുടെ നേതാവാണ്, മാത്രമല്ല എല്ലാ ഔലിയാക്കളുടെയും അഖ്താബികളുടെയും അപ്പുറമാണ് എൻ്റെ വാക്കും എൻ്റെ ഹുർമത്തും. അതോടുകൂടെ തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ, എല്ലാ വിഷമ പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്തുകൊള്ളൂ. എല്ലാ വിഷയത്തിലും നിന്നെ ഞാൻ സഹായിക്കുമെന്ന് ഗൗസുല്ലാദം തങ്ങൾ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കലാമിൽ കാണാൻ കഴിയുന്നതാണ്. അനമിൻ റിജാലിൻ ലാ യഖാഫു ജലീസുഹും റൈബസ്സമാനി വലാ യറാ മാ യർഹബൂ. ഞാൻ കൂട്ടുകാർ, ഞാൻ അനമിൻ റിജാൽ, ഞാൻ ചില മനുഷ്യന്മാരിൽ പെട്ടവരാണ്. എങ്ങനത്തെ മനുഷ്യന്മാരാണ്? അവരെ കൂട്ടുകാർക്ക് ഒരു പേടിയും ഭയവും കൂടാതെ ജീവിക്കാൻ കഴിയും. അത്തരം അത്തരം ആളുകളിൽ പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരായവർക്ക് എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവേലെന്നോവർ എന്ന അർത്ഥത്തിൽ ഗൗസുല്ലാദം തങ്ങൾ പാടിയ പാട്ടാണ് നേരത്തെ പാടിയത്. ഇങ്ങനെ മഹാനവർകൾ ലോകത്തിനു മുഴുവനും റഹ്മത്തായി, കാരുണ്യമായി, സഹായിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലൂടെ അയക്കുകയാണ്. അള്ളാഹുവിന്റെ അഹ്ലുബം നബി തങ്ങളുടെ അഹ്ലുബൈത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന സഹായവും നൂറുമാണ്. എല്ലാത്തിന്റെയും ഉറവിടം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആലുൻ നബിയ്യി ദരിയതി വഹുമു ഇലയ്യ വസീലതി. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടി, ആലുൻ നബിയ്യി ദരിയതി വഹുമു ഇലയ്യ വസീലതി അർജു ബിഹിം മുതഗദൻ ബിയദിൽ യമീനി സഹീഫതി. ആലുൻ നബി, അള്ളാഹുവിന്റെ നബി തങ്ങളുടെ അഹ്ലുബൈത്ത്, അവരാണ് എൻ്റെ പിടിവള്ളി. അവർ കാരണം എനിക്ക് വലത് കയ്യിൽ കിതാബ് വിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പാടി. അപ്പോൾ ഗൗസുല്ലാദം തങ്ങളടക്കമുള്ള അഹ്ലുബൈത്ത് മുഴുവനും റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള റഹ്മത്തിന്റെ ഭാഗമാണ്. മഹാനായ ഗൗസുല്ലാദം തങ്ങൾ ഇങ്ങനെ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളുടെയും മേലെ, അമ്പിയാക്കൾ കഴിച്ചാൽ, സ്വഹാബത്ത് കഴിച്ചാൽ, ഔലിയാക്കളുടെ ഖുതാബികളുടെ നേതാവായ മഹാനാണ് മഹാനരായ ഗൗസുല്ലാദം തങ്ങൾ. എല്ലാ മാശായിഖന്മാരുടെ തോളുമ്മൽ ഏകല്ലാരൂടാലെ എൻ്റെ കാലെന്നോവർ. മഹാനവർകൾ അവിടെ നിന്ന് പറഞ്ഞത് കാണാം. മഹാനൊരു ചരിത്രത്തിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അവിടെ നിന്ന് പറഞ്ഞു, ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹി തആല. എന്റെ ഈ കാൽപാദം അള്ളാഹുവിന്റെ മുഴുവൻ ഔലിയാക്കളുടെയും മുകളിലെ പെരടിക്ക് മുകളിലാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മുകളിലാണ് എന്റെ കാൽപാദം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് ലോകത്തുള്ള മശ്രിഖിലും മഗ്രിബിലുമുള്ള സകല ഔലിയാക്കളും അവരുടെ പിരടി താഴ്ത്തി കൊടുക്കുകയാണ്, ശിരസ് താഴ്ത്തി കൊടുക്കുകയാണ്. മഹാരഥന്മാരായ ഔലിയാക്കളുടെ ചരിത്രത്തിൽ അത് കാണാൻ കഴിയും. മഹാനായ ഷെയ്ഖ് അബൂമദിയൻ തങ്ങളതാ അവിടുത്തെ പിരടി താഴ്ത്തി കൊടുക്കുന്നു. അങ്ങനെ പിരടി താഴ്ത്തി കൊടുത്തപ്പോ മഹാനവറുകളുടെ ശിഷ്യന്മാർ അടുത്തുനിന്ന് ചോദിക്കുന്നു, എന്തിനാണ് ഉസ്താദെ നിങ്ങൾ പിരടി താഴ്ത്തിയത്? അവിടുന്ന് പറഞ്ഞു, എന്റെ നേതാവ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ ബഗ്ദാദിൽ വെച്ച് അവിടുന്ന് ഈ സമയം പറഞ്ഞിട്ടുണ്ട്, ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയ്യിൻ എന്ന് എന്റെ ഷെയ്ഖ് ബഗ്ദാദിൽ വെച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ പിരടി താഴ്ത്തിയതെന്ന് പറഞ്ഞു. മഹാനവർകൾ അവിടുത്തെ മിമ്പറിൽ വെച്ച് ഈ വാക്ക് പറഞ്ഞ സമയത്ത് ഈ വാക്ക് കേൾക്കുകയാണ് ഉമ്മു ഉബൈദത്തിൽ വെച്ച് മഹാനരായ ഷെയ്ഖ് റിഫായി തങ്ങൾ. അവിടുന്നും തലയങ്ങ് താത്തിക്കൊടുത്തു. ആ സമയത്ത് തല താത്തിക്കൊടുത്തിട്ട് പറഞ്ഞു, അലാ റഖബതി, എന്റെ പിരടിയും അതുപോലെ നിങ്ങളുടെ കാൽപാദത്തിലാണ് ഞാൻ എന്തായി തരുന്നു.
എന്ന് പറഞ്ഞ് ലോകത്തുള്ള വകദാലിക സായിരിൽ ഔലിയാഇ ഫി സായിരിൽ മുൽദാൻ, ലോകത്തുള്ള മുഴുവൻ നാടുകളിലുമുള്ള മുഴുവൻ ഔലിയാക്കളുടെയും ശിരസ് പിരടി അങ്ങയുടെ കാൽപാദത്തിന് ചുവടെയാണ് എന്ന് പറഞ്ഞ് ലോകത്തുള്ള സർവ്വ മശായിഖന്മാരും ഔലിയാക്കളും അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചവരാണ്. അതിലൊരു ശൈഖാദല്ലെന്ന് ചൊന്നാരെ അവരെ വാലിഫട്ടം നീക്കിച്ച് വെച്ചോവർ. അള്ള ബഹുമാനിച്ച് ആദരിച്ച മഹാരഥന്മാരെ ബഹുമാനിച്ചില്ലെങ്കിൽ മനാദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഔലിയാക്കൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ബഹുമാനിക്കാത്ത പക്ഷം അല്ലാഹു ബഹുമാനം മൂരിക്കളഞ്ഞു പോകും. അതിലൊരു ഷെയ്ഖ് ഞാൻ അതിലില്ല, ഞാൻ അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോ അവരുടെ ഇസ്ഫഹാനിൽ വെച്ച് അങ്ങനെ അത് പാലിക്കാൻ തയ്യാറാകാത്ത ആ മനുഷ്യന്റെ, ആ വലിയിന്റെ വലിപ്പട്ടം മൂരിക്കളഞ്ഞു. ഇങ്ങനെ മഹാരഥന്മാരായ ഔലിയാക്കളെ ബഹുമാനിക്കുന്നവർക്ക് അല്ലാഹു ബഹുമാനവും ആദരവും നൽകുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കാതെ ശത്രുത വച്ചു പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാണ്. അർഹമുർ റഹീമായ റബ്ബ് മഹത്തുക്കളായ ഔലിയാക്കളുടെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെയും അതുപോലെയുള്ള മഹത്തുക്കളായ ഔലിയാക്കളെ മുഴുവനും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ നമ്മെ മുഴുവനും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങൾ മുഴുവനും റാഹത്തിലും സന്തോഷത്തിലും വിജയത്തിലുമാക്കി തെരുമാറാവട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വൽ തുടക്കം മുതൽ റബീഉൽ ആഖിർ ഇന്ന് വരെ നമ്മൾ ഓതിയ പള്ളിയിലും അതുപോലെ മദ്രസയിലും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ ഓതിയ മൗലിദുകൾ മുഴുവനും അള്ളാഹു കബൂലാക്കി. ഇതിന് തബറുക്ക് വിതരണം ചെയ്തവർ, ഇതിനുവേണ്ടി സഹകരിച്ചവർ, നേർച്ചയിലും മറ്റും മൗലിദിലും സഹകരിച്ചവർ, അതുപോലെ നമ്മൾ റബീഉൽ അവ്വലും റബീഉൽ ആഖിറിലെയും സംരംഭങ്ങളിലൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ സഹകരിച്ചോ നമ്മുടെ എല്ലാ സഹകരണങ്ങളും അള്ളാഹു കബൂലാക്കി. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്കൊക്കെയും ഇതിന്റെ മിസ്ലു സവാബിന് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഉഖ്റവിയായ മുതഅല്ലിമുകളിൽ നമ്മയും നമ്മുടെ മുതഅല്ലിമീങ്ങളെയും മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരണം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നമുക്കെല്ലാം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും ഹൗദുൽ കൗസറും മറ്റെല്ലാ മേന്മകളും നൽകി മഹത്തുക്കളായ ഗൗസുൽ ആദം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന അർശിന്റെ തണലിലും ലിവാഉൽ ഹംദിന് കീഴിലും സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ നമുക്കും പറയപ്പെട്ടവർക്കും എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി വസല്ലം. وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.